ഞാൻ പോസിറ്റീവ് ഏറ്റെടുക്കും. നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് ഉണ്ടാക്കി തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് അഭിമാനമുണ്ട്. അതേപോലെ അത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ടർ മാത്രമല്ല, ഡയറക്ടറും പ്ലേബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട്. അതെൻ്റെ അഭിപ്രായവുമല്ല, അത് അതേപോലെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവാണ്. ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അഗൈൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുന്നത് ഐ തിങ്ക് യജ്ഞാചാര്യയുടെ പ്രൊമോ ഫസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത്. അത് കേട്ടാൽ അവർ ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത്. അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരച്ചില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ബ്രോയും പറ്റുമെങ്കിലും ഒന്ന് കേട്ടു ബ്രോയും അത് പോയി ഒന്ന് കേട്ട് നോക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റ് ഇനി അതാണോ പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുമല്ലോ, ചോദിക്കാം. ഫെയറായിട്ട് തോന്നുന്നുണ്ടോ? ഫെയറായിട്ട് തോന്നുന്നുണ്ടോ? ഒരാൾ പറഞ്ഞത് വളച്ചൊടിച്ച് സംസാരിക്കുന്നത് ഫെയറായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദ്യം മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് റെസ്പോൺസ് കിട്ടതാണ്. ഞാൻ അങ്ങോട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. അത് ഫെയറായിട്ട് തോന്നുന്നു. വളച്ചൊടുക്കുന്ന ഒരിക്കലും ശരിയായ രീതിയല്ല. അത് ആരായാലും ശരിയായ രീതിയിൽ സോഷ്യൽ മീഡിയയിലായാലും സ്റ്റാർസ് ആയാലും മനസ്സിലായി. സമയത്ത് ടാഗ്ലൈൻ വന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛൻ്റെ പേര് കളയാത്ത രീതിയിൽ നോക്കുകയും വേണം എന്നുള്ളൊരു കാര്യങ്ങൾ. സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് പബ്ലിക് ഫിഗറും ജനിക്കുന്ന ഓരോ പുത്രനും പുത്രിക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റി. നമ്മൾ വ്യക്തിവെച്ച റെസ്പോൺസിബിലിറ്റി അല്ല, സൊസൈറ്റി തന്നെ ഹാർഡ് ചെയ്തൊരു എൻവയൺമെൻറ്റാണ്. സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമയോട്ട് വരുന്ന നെപ്പോക്കിനായിട്ട് തന്നെയാണ്. അല്ല, ആ ഒരു ടാഗ് ഇപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ അത് ഇനി വരുന്നത് എളുപ്പമൊക്കെയാണ് ആ ഒരു ടാഗ് ലൈൻ ഒരു ആക്ടറെ സംബന്ധിച്ച് അത് വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. മാധുസുരേഷിന് ആ ഒരു ടാഗ് ഓരോ ആക്ടറും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക. ഇരിക്കുന്നല്ല, ഓരോ ആക്ടറിനും അച്ഛനോ അപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക. ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. വർക്ക് ചെയ്തേ പഠിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ്. ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇത് ഒരു ട്രെയിനിങ് ക്ലാസ്സും ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തന്നെ അലോസും സ്പേസ് ഇൻ ടൈം ഫോർ ഗ്രോത്ത്. അത് കഴിഞ്ഞിട്ട് നെപ്പോക്കിട്ടാണോ ഫ്ലോപ്പ് ആക്ടറാണോ ഫസ്റ്റ് മൂവി ഔട്ടാണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് നാളത്തെ ദിവസത്തെ ഞാൻ ചെയ്ത വർക്കിലും എൻ്റെ ടീം ചെയ്ത വർക്കിലും എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അത് സ്വീകരിക്കുന്ന കാര്യം എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, അവരുടെ കയ്യിലുള്ള കാര്യമല്ല, പ്രേക്ഷകരുടെ മാത്രം കയ്യിലുള്ള കാര്യം. അതായിരിക്കും ഒരു ഫിലിമിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. നേരത്തെ 10 വർഷത്തിനുള്ള ഒരു പ്ലാൻസ് എന്തൊക്കെയാണ് രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എൻ്റെ പ്ലാൻ അവിടെ ഉണ്ടെങ്കിൽ ലോകം എൻ്റെ കൺട്രോളിലല്ല, ഇൻഡസ്ട്രി എൻ്റെ കൺട്രോളിലല്ല. വെച്ച് നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്ലാനിനോട് എക്സിക്യൂട്ട് അങ്ങനെ നടക്കണമെന്നൊരു നിർബന്ധമില്ല. ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ സർക്കംസ്റ്റാൻസസ്, അവരുടെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക, മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ, മൂവ് ഫോർവേഡ്. എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാം കിട്ടണമെന്നൊക്കെ നിർബന്ധമില്ല. ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല. എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനുണ്ട്. അതേപോലെ മാധുസുരേഷിന് വ്യക്തമായ പ്ലാനുണ്ട്. ഒരു ചോദ്യം അവിടെ നിന്ന് വന്നാൽ ആക്ടിങ് എന്നല്ല പുറമെ മലയാള സിനിമയിൽ വേറെ എന്തെങ്കിലും മേഖലയിലോട്ട് പ്രവർത്തിക്കാൻ കയറി വന്നല്ലേ ഉള്ളൂ. ഞാൻ ഈ ഓരോരോ ആഗ്രഹങ്ങൾ കാണത്തില്ല. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പം പൃഥ്വിരാജായാലും ഇപ്പം പല പല സംവിധാനം ചെയ്യുന്നു. ഒരു ദിവസം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാൽ കൊള്ളാമോ, അതിലോട്ട് വർക്ക് ചെയ്യും. മാധവ് സുരേഷ് എന്ന മനുഷ്യൻ ആദ്യം ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം
ഫുട്ബോളർ ആവുന്നത് എപ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള ആവുന്നത്? നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പ്ലാൻ എ നടക്കണമെന്നില്ല. ഫുട്ബോളിൻ്റെ പ്ലാൻ എ ആയിരുന്നു, നടന്നില്ല. എനിക്ക് അഡാപ്റ്റ് ചെയ്യണം. വാട്ട്സ് നെക്സ്റ്റ് തിങ് ആയിരിക്കും. സിനിമ ഇതിലോട്ട് വന്നതാണ്. മറ്റൊരു സിനിമ ഞാൻ സ്വീകരിച്ചു. അതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. നന്നായി പെർഫോം ചെയ്യുന്നുള്ള എനിക്കുള്ള ധാരണ മാത്രമല്ല, പ്രേക്ഷകർക്കും ആ ഒരു വിചാരം വന്നാൽ സസ്റ്റൈൻ ചെയ്ത് ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. ആക്ടിങ്ങിൽ മാത്രം കശ്മീരിൽ വെച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രെയിനിങ്ങോട് വന്ന ഒരാളാണ്. എല്ലാവരും അതല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ഒരു 3 questions ബാക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അതായിരുന്നു. ഓൺ ഫീൽഡ് വർക്ക് ചെയ്ത് പഠിച്ചു വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് എങ്കിലും അബ്സോർബ് ചെയ്യുക, അത് പോർട്രേ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അത്രമാത്രം പറ്റും ഓരോ ആക്ടിൻ്റെ എക്സ്പീരിയൻസും അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ച്. ആ കേപ്പബിലിറ്റി എക്സ്പീരിയൻസും എന്നും മുകളിലോട്ട് ഗ്രോ ചെയ്ത്